ഈ പ്രതിപക്ഷ നേതാവ് ഷോൺ ജോർജൊക്കെ കൊണ്ടുവരുന്ന ഇത്തരം വാചകമടികൾ എടുത്ത് അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെടുന്നത്? ഒരു നിമിഷം താങ്കളുടെ കൈകളിലുള്ള മൊബൈൽ ഫോണിൽ ഒന്ന് തിരക്കിയാൽ എക്സാലോജിക് കൺസൾട്ടിംഗ് ഏതാണ്, എക്സാലോജിക് സൊല്യൂഷൻ ഏതാണ്, ഈ രണ്ടു കമ്പനികളുടെയും ഭാരവാഹികൾ ആരാണ്, ഇവർ എത്ര വർഷമായി പ്രവർത്തിക്കുന്നു, ഇതിൽ ആർക്കാണ് ദുബായിലും അബുദാബിയിലും കൊമേഴ്സ്യൽ ബാങ്കിലും ഒക്കെ അക്കൗണ്ട് ഉള്ളത് എന്നത് തെളിവായി ലഭ്യമാകുമെന്നിരിക്കെ ഇതൊന്നും ചെയ്യാതെ ഷോൺ ജോർജ് എന്ന് പറയുന്ന BJPയുടെ പാളയത്തിലേക്ക് ചേക്കേറിയ ഒരു നേതാവിൻ്റെ മകൻ്റെ വാക്കുകൾ കേട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷം തരം താണു പോയത് എങ്ങനെയാണ് അനിൽ ബോസ്? ഞാൻ തരം താണോ അല്ലെ തരം ഉയർന്നോ എന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു തലത്തിൽ ചർച്ച ചെയ്യാം. ഇവിടെ ഞാൻ എന്തായാലും പ്രൈസ് വാട്ടർ ഹൂപ്പറിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ എക്സാലോജിക്കിൻ്റെ ഒന്നും കമ്പനിയുടെ ഡയറക്ടറും അല്ല, ഞാൻ അതിൻ്റെ ഷെയർ ഹോൾഡറും അല്ല. അതുകൊണ്ട് ആ കമ്പനിയുടെ നയങ്ങളും പരിപാടികളും ഒക്കെ ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സ്നേഹിതൻ വാദിക്കുന്നത് പോലെ വാദിക്കേണ്ട കാര്യവും എനിക്കില്ല. ഷോൺ ജോർജ് എൻ്റെ പാർട്ടിയല്ല. ഷോൺ ജോർജ് പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. കേരളത്തിലെ ഒരു യുവജന സംഘടനയുടെ നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം BJPയിലായിരിക്കാം. ഒരു രാഷ്ട്രീയവുമില്ലാതെ തരാതരം മാറ്റിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള ഹൈക്കോടതി ശല്യക്കാരായ വ്യവഹാരിയെന്ന് വിധി പ്രസ്താവത്തിൽ പ്രതിപാദിച്ചവരുടെ അടക്കം ചുവടുപിടിച്ച് ഈ നാട്ടിൽ പ്രസ്താവന നടത്തിയ പിണറായി വിജയൻ എപ്പോഴാണ് ഈ ബോധോദയം ഉണ്ടാകുന്നത്? ഈ ഇടതുപക്ഷക്കാർക്ക് എപ്പോഴാണ് ബോധോദയം ഉണ്ടാകുന്നത്? ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ അത് ശരിയാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വേണം, അത് പറയുന്നത് ആരാണ് എന്ന് പഠിച്ച് അവരെ വിശ്വസിക്കാൻ കൊള്ളുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടൊക്കെ തീരുമാനമെടുത്ത് എന്നാണ് ഈ കേരളത്തിന് ഉദാത്തമായ മാതൃകയായി വിജയൻ മാറിയത്? എനിക്കറിയാൻ ആകാംക്ഷയുണ്ട്. ഇപ്പം ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മാത്യു കുഴൽനാടൻ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സംസാരിച്ച വിഷയങ്ങൾ നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. നിലവിൽ ഈ കമ്പനിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഒറ്റ സമയത്ത് തന്നെ ആ കമ്പനിയുടെ വെബ്സൈറ്റ് കാണാതായത് നമ്മുടെ മുന്നിലുണ്ട്. ആ കമ്പനിയുടെ മെൻഡറെ സംബന്ധിച്ച് ഉള്ള പരാമർശത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി സഭയിൽ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടതാണ്, വൈകാരികമായി കണ്ടതാണല്ലോ. അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആക്ഷേപമാണെങ്കിൽ അതിൻ്റെ ആദായനികുതി റിട്ടേണുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള, അതുകൂടാതെ SFIOയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതെ പാതി വഴിയിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. രാജ്യം നേരിടുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ പോലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ CPMൻ്റെ കേരള നേതാക്കൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും BJPക്കെതിരെ BJP നേതൃത്വത്തിനെതിരെ സംസാരിക്കാത്തത് നാട് കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിൽക്കുമ്പോൾ പറയുന്ന വ്യക്തി ആര് എന്ന് നോക്കി അവരുടെ സ്വഭാവ ശുദ്ധി നോക്കി നമുക്ക് കേസെടുക്കാൻ പറ്റുമോ? ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നല്ലതാണോ എന്നുള്ളതല്ല പറഞ്ഞത് എന്താണെന്ന് മിനിമം അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വേണ്ടേ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ? ഇതാ ഒരു സാധനം കിട്ടിപ്പോയി, ഒരു BJP നേതാവ് ഒരു കാര്യം എന്തെങ്കിലും വിളിച്ചു പറയുന്നു, ഉടനെ തന്നെ പ്രതികരിക്കണം. എന്തൊക്കെ രാഷ്ട്രീയ പ്രസ്താവന! പ്രതിപക്ഷ നേതാവ് ഒരു BJP നേതാവിന്റെ വാക്കുകൾ കേട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. രണ്ടും രണ്ട് കമ്പനിയല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമെങ്കിലും, ഒരു തലമുടി നാരിഴയുടെ ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ അനിൽ ബോസ് ആ പറഞ്ഞത് മനസ്സിലാക്കാം. ഇതാണോ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി? BJP നേതാവ് പറയുക, അത് ഏറ്റെടുക്കുക, ഉണ്ടയില്ല വെടിയാണെന്ന് ബോധ്യമാവുക, ചീറ്റുക, ഒടുവിൽ രാത്രിയിൽ വന്നിരുന്നതിനെ താങ്കളെപ്പോലുള്ളവർക്ക് പ്രതിരോധിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുക. ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു അയോഗ്യതയായിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കോൺഗ്രസ് പാർട്ടിയുടെ നയം പറയാൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നയം പറയാൻ ഏതെങ്കിലും നേതാവ്? താങ്കൾ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. ഒരു ഭാഗത്ത് തന്നെ മറുപടി പറയേണ്ടത് പ്രേംകുമാറാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനൊരു വിഷയം ഷോൺ ജോർജ് ഇത് ഉന്നയിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഷോൺ ജോർജിനോട് ചോദിച്ചാണ്, ഷോൺ ജോർജ്, താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും ആധികാരികമായ രേഖയുണ്ടോ? ഒരാധികാരിക രേഖയും ഷോൺ ജോർജിന് ആ സമയത്ത് വെളിപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് കോടതിയിൽ ഈ എക്സിബിറ്റിന്റെ വിവരം ചോദിച്ചപ്പോഴും ആ എക്സിബിറ്റിന്റെ വിവരം വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. പിന്നീടാണ് ഇത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും രണ്ട് കമ്പനിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് 2001 മുതൽ പ്രവർത്തനം ആരംഭിച്ച് UK അടക്കമുള്ള രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഒരു കമ്പനിയാണ് എക്സാലോജിക് കൺസൾട്ടൻസി. ഇവിടെ എക്സാലോജിക് സൊല്യൂഷൻസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തൈക്കണ്ടി അല്ലെങ്കിൽ വീണ തൈക്കണ്ടി ഡയറക്ടറായിരിക്കുന്ന മറ്റൊരു കമ്പനി. ഇത് രണ്ടും രണ്ടാണ്. കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാതെ പോയത്? ഷോൺ ജോർജിന്റെ കാര്യം വിട്ടേക്കൂ, അദ്ദേഹം ഇത്തരം ഉണ്ടയില്ലാ വെടികൾ പൊട്ടിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ആക്ഷേപമായിട്ട് മുന്നിലുണ്ട്. അത് ഉണ്ടയില്ലാ വെടിയാണോ അത് പൊട്ടുന്ന വെടിയാണോ എന്നൊക്കെ SFIയുടെ അന്വേഷണം വരുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇത് നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നതിന് ഒരു മിനിമം ഗൃഹപാഠം ചെയ്യണ്ടേ?
അല്ല, പ്രതിപക്ഷ നേതാവ് ഏത് വിഷയത്തിലും ഗൃഹപാഠം ചെയ്ത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ഇറക്കുക. അതിനൊന്നും ഒരു തർക്കവുമില്ല. നമ്മളിവിടെ ഷോൺ ജോർജിന്റെ പ്രതിയായിട്ടല്ലല്ലോ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ മേൽ കോടതി വ്യവഹാരമടക്കം തുടരുന്ന നിയമ പോരാട്ടങ്ങളടക്കം നടക്കുന്ന സന്ദർഭമാണ്. പല സന്ദർഭങ്ങളിലും പല ഏജൻസികളും, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി ചെയ്യാത്ത സർവീസിന് പണം വാങ്ങിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു നിൽക്കുന്ന സന്ദർഭമാണ്. ആ അന്വേഷണം അടക്കമുള്ള വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് തമ്മിലുള്ള ഇടപാടിൽ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ MLA-യും നിങ്ങളുടെ നേതാവുമായ മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഒരു തെളിവുമില്ല, തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്നുള്ളതാണ്. എടുത്തുകൊണ്ട് പോയില്ലേ മാത്യു കുഴൽനാടൻ? എന്നിട്ട് വീണ്ടും എക്സാലോജിക്കുമായി പുതിയ കഥയുമായി വരിക, അതിനുശേഷം ഒരു ചർച്ചയുണ്ടാക്കുക, പൊതുമധ്യത്തിൽ നിർത്തുക, ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുക. ഇതെന്താണ് ഉദ്ദേശം എന്നുള്ളതാണ് ചോദ്യം. അല്ല, എൻ്റെ ചോദ്യം, കേരളത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ കോടതി, വിജിലൻസ് കോടതി ആവട്ടെ മറ്റേതെങ്കിലും കീഴ്ക്കോടതി ആകട്ടെ, ഒരു കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചാൽ അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിൽ ഇത്തരമൊരു നടപടി വന്നാൽ അത് അവസാന വാക്കാണോ? കോടതിയുടെ നടപടി ചെയ്തു. അതിനെ സംബന്ധിച്ച് തുടർ നടപടികളും നിയമ പോരാട്ടങ്ങളുമായി പരാതിക്കാരൻ പോകുമല്ലേ? അന്തിമമായി തീർപ്പാകട്ടെ. വ്യത്യസ്തങ്ങളായ വീക്ഷണകോണിൽ നിന്ന് വ്യത്യസ്തമായ ബാർക്കോഴ, രണ്ടാം ബാർക്കോഴ എന്നുള്ളത് വലിയ സംഭവമായി കൊട്ടിഘോഷിക്കുന്നു. ഒടുവിൽ ആ ബാർക്കോഴയുടെ ശബ്ദരേഖ തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ ആ ശബ്ദരേഖ പുറത്തുവിട്ട് അനിമോൻ തന്നെ മാറ്റി പറയുന്നു. പൈസ കൊടുത്തു എന്ന് പറയുന്ന അണക്കരയിലെ ബാറുടമ മാറ്റി പറയുന്നു. ഇന്ന് അന്വേഷണം എങ്ങും എത്താത്ത രീതിയിൽ ഒരു തെളിവുമില്ലാതെ നിൽക്കുന്നു. ബാർക്കോഴയ്ക്ക് ആയുസ് 5 ദിവസം. നിങ്ങൾ ഉയർത്തിയ എക്സാലോജിക്കിന്റെ ആയുസ് കോടതിയുടെ വിധി വരുന്നത് വരെ. നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെമ്പിൽ സ്വർണം കടത്തി എന്ന് പറയുന്ന വിവാദത്തിന് കഷ്ടിച്ച് 1.5 മാസത്തെ ആയുസ്. ഇത് മാത്രമായി തീരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമേ. അങ്ങനല്ല. അത് അരുണിന്റെ താല്പര്യം, അരുണിന്റെ കണ്ടെത്തൽ, അരുണിന്റെ അഭിപ്രായം. അത് പ്രതിപക്ഷത്തിന്റെ രീതി അതല്ല. പ്രതിപക്ഷം ഏത് വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ കൃത്യമായ ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിന്റെ കീഴിലുള്ള ഒരു സെക്കൻഡ് അരുണ് ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഏതായാലും ആരെങ്കിലും പ്രതിക്ക് വേണ്ടി ന്യായീകരിക്കാൻ വന്നിരിക്കുമല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് ആരും പണം മേടിച്ചിട്ട് ഞാൻ വന്നിരിക്കുമല്ലോ. അപ്പം ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്നത്, നിലവിൽ കേന്ദ്ര ഏജൻസികളടക്കം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലേക്ക് അന്വേഷണത്തിൽ വന്നത്. ആ കാര്യത്തിൽ അരുണിന് തർക്കമില്ലല്ലോ. ഈ പറഞ്ഞ ചെമ്പിൽ ബിരിയാണി ആണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും മറ്റേത് കാര്യത്തിനും വേണ്ടിയാണെങ്കിലും അന്വേഷണത്തിന് വന്നത് മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരമാണോ കേന്ദ്ര ഏജൻസികൾ വന്നത്? ആ കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? ആ മുഖ്യമന്ത്രിക്ക് നേരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഈ കേസുകളിൽ ഒന്നൊന്നായി അന്വേഷണം തൻ്റെ ഓഫീസിലും തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയിലും എത്തിയപ്പോൾ ഇതേ അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിലേക്ക് പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്ത പാർട്ടിയുടെ നേതാവ് ആരാണ് പ്രകടനം നടത്തിയത്? ഏത് പാർട്ടിയാണ്, ഏത് മുന്നണിയാണ് പ്രകടനം നടത്തിയത്? ആ അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ആരാ? പറയണ്ടേ? അപ്പം നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വരുന്ന ഏജൻസി സുതാര്യമായ നടപടിക്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ടതിന് പകരം വിളിച്ചു വരുത്തിയ ആളുകൾക്കെതിരെ പ്രതിഷേധം നടത്തുകയും ജാഥ നടത്തുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റാണ്. ശിവകുമാറിനെതിരെയും അന്വേഷണം നടത്തുമ്പോൾ നിങ്ങൾ എന്താ സഹകരിക്കാത്തത്? ഞങ്ങൾ അന്വേഷണം സഹകരിക്കാതെ ആരും സഹകരിച്ചില്ല. രാഹുൽ ഗാന്ധി കേസിൽ മൊഴിയെടുക്കാൻ ഹാജരായില്ലേ? രാഷ്ട്രീയമായി നിങ്ങൾ ജയിലിൽ കിടക്കുകയും ആ കേസിനോട് ഫൈറ്റ് ചെയ്ത് ഇ ഡി കോടതിയും സുപ്രീം കോടതിയും വരെ ഡി കെ ശിവകുമാറിനെ കുറ്റവിമുക്തനാക്കി അദ്ദേഹത്തിന് നല്ല നടപ്പ് കൊടുക്കുമ്പോൾ അരുൺ ഇവിടെ വന്നിരുന്നോണ്ട് ഡി കെ ശിവകുമാർ പ്രതിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നു? അനിൽ ബോസ് ഇപ്പോൾ പറയുന്ന കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ സുതാര്യമായ അന്വേഷണം എന്ന നിലപാടാണോ കോൺഗ്രസിനുള്ളത്? രണ്ടും രണ്ടായിട്ട് നിങ്ങൾ കാണണം. എന്താണ് ഇതിന്റെ രണ്ടായിട്ട് കാണുമെന്ന് പറയുന്നത്? പ്രതിപക്ഷത്തെ ഇനി ഏത് നേതാവിനെയും, CPM-ന്റെ നേതാവിനെ ആണെങ്കിലും അനധികൃതമായി കേസെടുക്കുന്ന നടപടി വന്നാൽ അതിൻ്റെ അകത്ത് കോൺഗ്രസിന്റെ നിലപാട് സുതാര്യമാണ്. ഇവിടെ അതല്ല പ്രശ്നം. സംസ്ഥാനത്ത് ഒരു അഴിമതി നടക്കുന്നു എന്നതിന്റെ പേരിൽ ഒരു മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി, CPM-ന്റെ നേതാവ്
അദ്ദേഹം കത്തയച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ വരുന്നത്. സാർ, വിളിച്ചു സമ്മതിച്ചു. വരുത്തി അന്വേഷിക്കുന്നത് തടസ്സപ്പെടുത്തുന്നു. അത്രമേൽ സുതാര്യമായതുകൊണ്ടായിരിക്കുമല്ലോ കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നത്. പക്ഷേ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാകുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാവും. അത് നിങ്ങൾ കേരളത്തിന് പുറത്ത് നിങ്ങളുടെ നിലപാടാണ്, കേരളത്തിൽ വരുമ്പോൾ അത് വ്യത്യസ്ത നിലപാടായി മാറും. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വിവാദങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല എന്നതല്ലേ വാസ്തവം. ഞാൻ വരാം താങ്കളിലേക്ക്. എനിക്ക് മറ്റൊരു അതിഥി കൂടി നമുക്കൊപ്പമുണ്ട്, ബിജു നായർ.